ലോകത്തെ വാഹന മേഖലയെ ഉലയ്ക്കും വിധമുള്ള ട്രംപിന്റെ ഓട്ടോ ചുങ്കം ഇന്ത്യക്കുണ്ടാക്കുന്ന ദോഷം പരിമിതമെന്ന് വിലയിരുത്തൽ. ഇന്ത്യയുടെ കാർ കയറ്റുമതിയിൽ 0.13% മാത്രമാണ് കഴിഞ്ഞ വർഷം US-ലേക്ക് ഉണ്ടായിരുന്നതെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ്. ലോറി 0.89% മാത്രം. ടാറ്റയുടെ ജാഗ്വാർ ലാൻഡ് റോവർ, ഐഷറിന്റെ റോയൽ എൻഫീൽഡ് എന്നിവയ്ക്ക് ദോഷം. ലോകത്തെ അതിസമ്പന്നർ ആരെന്ന് വിലയിരുത്തുന്ന ഹുറൂൺ പട്ടികയിൽ ഒന്നാമനായി ഇലോൺ മസ്ക്. സ്വത്ത് $42,000 കോടി. 10ാം സ്ഥാനം നഷ്ടപ്പെട്ട് മുകേഷ് അംബാനി. ഇന്ത്യയിൽ ഒന്നാമൻ അംബാനി തന്നെ, അദാനിക്ക് 2ാം സ്ഥാനം. റോഷ്നി നാടാർക്ക് 3ാം സ്ഥാനം. ലോകത്ത് അതിസമ്പന്ന വനിതകളിൽ 5ാമതും റോഷ്നി നാടാർ തന്നെ. ആസ്തി 3.5 ലക്ഷം കോടി രൂപ. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ വിദേശികളായ വ്യക്തികൾക്ക് നിക്ഷേപിക്കാവുന്നതിന്റെ പരിധി ഇരട്ടിപ്പിച്ച് 10% റിസർവ് ബാങ്ക്. ഇത്തരം കമ്പനികളിൽ എല്ലാ വിദേശ വ്യക്തികൾക്കുമായി നടത്താവുന്ന നിക്ഷേപത്തിന്റെ പരിധി 10 നിന്ന് 24%. ഓലയ്ക്കും യൂബറിനും വെല്ലുവിളിയാകുമോ കേന്ദ്രത്തിന്റെ സഹകാർ ടാക്സി? സംരംഭം സഹകരണ മേഖലയിലാണ്. വിജയിക്കാൻ കടമ്പകൾ പലതുണ്ട്. കാര്യക്ഷമത, കുറഞ്ഞ ചെലവ് എന്നിവയിലൂടെ മത്സരക്ഷമത നിലനിർത്തുകയാണ് വെല്ലുവിളി. 2 വരി ഗതാഗത സൗകര്യം മാത്രമുള്ള ദേശീയപാതകളിൽ 25,000 കിലോമീറ്റർ 10 ലക്ഷം കോടി രൂപ ചെലവിട്ട് 4 വരിയാക്കുമെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ. 6 ലക്ഷം കോടി മുടക്കി 16,000 കിലോമീറ്റർ ദേശീയപാത 6 വരിയുമാക്കും. 2 വർഷം കൊണ്ട് ഇത് നടപ്പാക്കാനാവുമെന്നും മന്ത്രി. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.